കുട്ടിക്കഥ 3 ബിങ്കു ദ ക്യൂരിയസ് കാറ്റ്സ് ബിഗ് അഡ്വെഞ്ചർ. ചുവന്ന മേൽക്കൂരയും പൂക്കളാൽ നിറഞ്ഞ പൂന്തോട്ടവുമുള്ള മനോഹരമായ ഒരു ചെറിയ വീട്ടിലായിരുന്നു ബിങ്കു ജീവിച്ചിരുന്നത്. ഒരു ദിവസം രാവിലെ ജനലിനരികിൽ ഇരിക്കുമ്പോൾ മിലു ഒരു അത്ഭുതം കണ്ടു. പ്രകാശമേറിയ ഒരു നീലത്തുമ്പി. "എവിടേക്കാണ് നീ പോകുന്നത്?" എന്നും പറഞ്ഞ് ബിങ്കു തുമ്പിയെ പിന്തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബിങ്കുവിന് മനസ്സിലായി ഇത് തന്റെ പൂന്തോട്ടമല്ല എന്ന്. ചുറ്റുപാടും പരിചയമില്ലാത്ത മരങ്ങളും ചെടികളും പക്ഷികളും. "അയ്യോ, എനിക്ക് വഴി തെറ്റി." ബിങ്കുവിന് കാര്യം പിടികിട്ടി. "അതാ ബൺബൺ മുയൽ." മുയൽ ചോദിച്ചു, "നീ ഇവിടെ എന്തു ചെയ്യുന്നു?" "ഞാൻ ഒരു നീലത്തുമ്പിയെ പിന്തുടർന്നു. ഇപ്പോൾ എനിക്ക് വഴി തെറ്റിയിരിക്കുന്നു." ബൺബൺ മുയൽ മറുപടി പറഞ്ഞു, "ജാസ്മിൻ പൂക്കളുടെ സുഗന്ധം പിന്തുടരൂ. അവ നിന്നെ വീട്ടിലെത്തിച്ചുകൊള്ളും." ബിങ്കു നന്ദി പറഞ്ഞു മടങ്ങി. ബിങ്കു കാല് നീട്ടി നടന്നു. സ്പ്ലിഷ്! പെട്ടെന്ന് അവൻ ഒരു ചെളിപ്പൊന്തിയിൽ വീണു. "സഹായം വേണോ ബിങ്കു?" ടിക്കുകിളി ശബ്ദിച്ചു. "അതെ, തീർച്ചയായും. ദയവായി എന്റെ വീട്ടിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ?" "അങ്ങോട്ട് കയറൂ. കുന്നിൻ മുകളിൽ നിന്നാൽ നിന്റെ വീട് കാണാം." "നന്ദി ടിക്കു." ബിങ്കു കയറി. അവിടെ ചുവന്ന വീട് സൂര്യപ്രകാശത്തിൽ മിനുങ്ങി. അവൻ ഓടിച്ചെന്ന് അവന്റെ കൂട്ടുകാരിയായ ലില്ലിയെ കെട്ടിപ്പിടിച്ചു. "നിന്നെ കാണാതെ ഞാൻ ഒരുപാട് പേടിച്ചു പോയി. നീ എവിടെ പോയി?" ബിങ്കു ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "ഒരു സാഹസയാത്രയ്ക്ക്." കൂട്ടുകാരി, കൗതുകം പുതിയ കാര്യങ്ങൾ അറിയാൻ സഹായിക്കും. എന്നാൽ യാത്രയ്ക്ക് മുമ്പ് തയ്യാറെടുപ്പ് അത്യാവശ്യമാണ്. ബായ് കൂട്ടുകാരെ.